ഗാസയ്ക്കുള്ളിൽ ഇസ്രായേലിന്റെ ആക്രമണമെന്നത് ഇപ്പോൾ ഭീകരമാകാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഗാസയുടെ സെൻട്രൽ ഭാഗങ്ങളിലും ഖാൻ യൂണിസ് ഭാഗങ്ങളിലും ഇസ്രായേൽ നടത്തിയ എയർ സ്ട്രൈക്കിൽ മാത്രം 48 പേർ മരിച്ചു. ഇതിൽ വളരെ മോശമായ കാര്യമായി കണക്കാക്കുന്നത് ഒരു മണിക്കൂറിൽ 3 എയർ സ്ട്രൈക്ക്. ആ 3 എയർ സ്ട്രൈക്കിലും 19 പേർ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. ഗാസയിൽ ഇസ്രായേലിന്റെ ആക്രമണം ഇങ്ങനെ അധികമായിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ലബനനിൽ നിന്നും ഹിസ്ബുള്ളയ്ക്ക് സപ്പോർട്ടായി മറ്റൊരു പാർട്ടി അവരും ഇസ്രായേലിനെതിരായിട്ടുള്ള യുദ്ധത്തിനായി കളമിറങ്ങിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ പൊസിഷൻസ് അവരും ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യമായി കണക്കാക്കുന്നത് ഇസ്രായേലിന്റെ തലസ്ഥാനം ആക്രമിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങളുമായി നിങ്ങൾ ഒരു യുദ്ധത്തിന് വരികയാണെങ്കിൽ നിങ്ങളുടെ നാടിന് അതിലും വലിയ നഷ്ടം നിങ്ങളെ കൊണ്ട് വരുത്തിവെക്കാൻ കഴിയില്ല എന്ന് നേരിട്ട് നെതന്യാഹുവിന് ഹിസ്ബുള്ളയുടെ ലീഡർ നസ്രുള്ള ഒരു വീഡിയോ വാണിംഗ് കൊടുത്തു. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. ചെങ്കടൽ ഭാഗത്ത് ഹൂത്തികളുടെ ആക്രമണം എന്നത് വീണ്ടും കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഒരു ഓയിൽ ടാങ്കിനെ അൺമാൻഡ് ഡ്രോൺ വഴി നശിപ്പിച്ചു എന്ന് ഹൂത്തികൾ അതിന്റെ വീഡിയോ റിലീസ് ചെയ്തുകൊണ്ട് പറഞ്ഞു. ആ ഒരു വീഡിയോ കണ്ടാൽ വ്യക്തമായ ഒരു കാര്യം മനസ്സിലാക്കാം. എങ്ങനെയാണോ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഡ്രോൺ ബോട്ട്സ് ഉപയോഗിച്ച് റഷ്യയുടെ കപ്പൽ പടയ്ക്ക് വലിയൊരു നഷ്ടം ഉക്രൈനെ കൊണ്ടുണ്ടാക്കാൻ സാധിച്ചത്, അതുപോലൊരു മെത്തേഡിലാണ് ഈ ഡ്രോൺ ബോട്ട്സ് ഉപയോഗിച്ച് കൊമേഴ്ഷ്യൽ ഷിപ്സിനെയും ഇപ്പോൾ ഹൂത്തികൾ നശിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ആഴ്ച ഇങ്ങനെയുള്ള ആക്രമണങ്ങളൊന്നും നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തില്ല. എന്നാൽ ഗാസയ്ക്കുള്ളിൽ വീണ്ടും ഇസ്രായേലിന്റെ ആക്രമണം തുടങ്ങിയപ്പോൾ ഹൂത്തികളും കൊമേഴ്ഷ്യൽ ഷിപ്പിനെ ചെങ്കടൽ ഭാഗങ്ങളിൽ നശിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടയിൽ മറ്റൊരു കാര്യം സംഭവിച്ചു. അമേരിക്കയുടെ എയർബേസിൽ വീണ്ടും ഒരു ആക്രമണം റോക്കറ്റ് ഉപയോഗിച്ച് അൺനോൺ ഗ്രൂപ്പ്സ് നടത്തിയിട്ടുണ്ട്. ഇറാഖിലുള്ള അമേരിക്കയുടെ ഐൻ അൽ അസാദ് എയർബേസ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു എയർബേസ് ആണ്. അതിന്റെ പ്രധാന കാരണം യുഎസിന്റെ മിഡിൽ ഈസ്റ്റ് ഒബ്സർവൻസ് അല്ലെങ്കിൽ യുഎസിന്റെ മിഡിൽ ഈസ്റ്റ് ലോജിസ്റ്റിക് ഹബിന്റെ വളരെ പ്രധാനപ്പെട്ട ലിങ്ക് ഇതാണ്. ഈ ഒരു ബേസിനെ ഏതെങ്കിലും ഒരു യുദ്ധ സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് കൈയടക്കിയാൽ അല്ലെങ്കിൽ ഈ ഒരു ബേസിനെ മുഴുവനായും നശിപ്പിച്ചാൽ ഒരുപാട് ലോജിസ്റ്റിക്സ് ട്രാൻസ്പോർട്ട് അമേരിക്കയ്ക്ക് തടസ്സപ്പെടും. വളരെ പ്രധാനപ്പെട്ട ഒരു എയർബേസ് ആണിത്. ഈ ഒരു എയർബേസിൽ 5 റോക്കറ്റ് ഉപയോഗിച്ച് അൺനോൺ ഗ്രൂപ്പ് ആക്രമണം നടത്തി. ഇതിൽ വലിയ രീതിയിലുള്ള നഷ്ടങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിലും 3 മാസത്തിന് ശേഷം ഇങ്ങനെ ഒരു ആക്രമണം ഈ ബേസിൽ നടത്തിയിട്ടുള്ളത് കൊണ്ട് അമേരിക്കയ്ക്ക് എതിരായിട്ടുള്ള ഒരു യുദ്ധം മധ്യകിഴക്കിൽ നിന്നും ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സൂചനയാണ് ഇതെന്ന് ഒരുപാട് പേർ സംസാരിക്കാൻ തുടങ്ങി. ഇതെല്ലാം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഇസ്രായേലിനെ കുറിച്ചുള്ള പ്രശ്നത്തിലേക്ക് വരാം. ഇസ്രായേലിന്റെ ആക്രമണം എന്നത് വളരെ വളരെ ഭീകരമായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, അതിനു മുൻപും പറഞ്ഞു, ഇടയ്ക്കൊരു ഗ്യാപ്പ് ഇസ്രായേൽ നൽകിയിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്നും പിൻവാങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും ആക്രമിക്കാൻ തുടങ്ങി. ആ ഒരു വീഡിയോയിലും ഇതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിരുന്നു. ഇസ്രായേൽ ഒരു സ്ഥലത്ത് നിന്നും പിൻവാങ്ങുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ ആക്രമണം നടത്തുമെന്ന് തന്നെയാണ് അർത്ഥം. ആ സ്ഥലത്ത് ഏതോ ഒരു വലിയ കാര്യം ചെയ്യാൻ ഇസ്രായേൽ പദ്ധതിയിടുന്നു എന്നാണ്. അതിന്റെ തുടക്കം എന്ന വണ്ണം ഇപ്പോൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 48-ൽ കൂടുതൽ പേർ ഇസ്രായേൽ കൊന്നു. അവസാനമായി വന്ന അപ്ഡേറ്റ് അനുസരിച്ച് 3 പേർ ഖാൻ യൂണിസ് ഭാഗത്തിൽ അതിതീവ്രമായ പരിക്കുകളോടുകൂടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഒരുപക്ഷെ ആ 3 പേർ മരിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇപ്പോൾ ഈ ആക്രമണങ്ങളെല്ലാം കൂടുന്നതിലൂടെ ഇസ്രായേലിന്റെ ഗാസ പ്ലാൻ എന്താണെന്നുള്ളതും വ്യക്തമാക്കി തരുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് ഹമാസിനെതിരായിട്ടുള്ള ആക്രമണം എയർ സ്ട്രൈക്ക് വഴി മാത്രമല്ല നടക്കുന്നത്. ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സസ് ഗ്രൗണ്ടിൽ ഇറങ്ങി അധികം ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഒറ്റ ദിവസത്തിൽ 2 ടണൽ നെറ്റ്വർക്കിനെ മുഴുവനായും നശിപ്പിച്ചു. ഹമാസിന്റെ നേതാവും ഇതുപോലൊരു ടണൽ നെറ്റ്വർക്കിനുള്ളിലാണ് ഖാൻ യൂണിസ് ഭാഗത്തുള്ളത്. എത്രയും പെട്ടെന്ന് അയാളെയും ഞങ്ങൾ നശിപ്പിക്കും അല്ലെങ്കിൽ ജീവനോടുകൂടി പിടിക്കുമെന്ന് ഒരു വലിയ വാണിംഗ് ആണ് IDF നൽകിയത്. ഇത് ഗാസയിൽ നിന്ന് വന്ന അറിയിപ്പ് മാത്രമാണ്. എന്നാൽ ലബനൻ ഫ്രണ്ടിലെ അവസ്ഥ എന്നുള്ളത് മറ്റൊരു രീതിയിലേക്ക് പോവുകയാണ്. ലബനൻ റെസിസ്റ്റന്റ് ഫോഴ്സസ് ഹിസ്ബുള്ള സഹായം ചെയ്യുന്ന മറ്റൊരു മിലിറ്റന്റ് ഗ്രൂപ്പാണ് ഇവരും ലബനിലാണുള്ളത്. ഇസ്രായേലിനെതിരായിട്ടുള്ള യുദ്ധത്തിൽ ഇവരും ഇസ്രായേലിന്റെ പൊസിഷൻസിനെ നശിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഗോളൻ ഹൈറ്റ്സ് എന്ന ഭാഗം അറിയാമായിരിക്കും. ആ ഭാഗങ്ങളിലുള്ള ഇസ്രായേലിന്റെ പൊസിഷൻസിൽ ഇന്നലെ ഇവർ റോക്കറ്റ് ആക്രമണം നടത്തി. ആന്റി ടാങ്ക് ഗൈഡ് മിസൈൽസ് ഉപയോഗിച്ചും ഒരു റേഡാർ നെറ്റ്വർക്കിനെ മുഴുവനായും നശിപ്പിച്ചുവെന്ന് അതിനുള്ള വീഡിയോ എവിഡൻസും അവർ പബ്ലിഷ് ചെയ്തു. ഇപ്പോൾ ഇസ്രായേലിന് വരുന്നൊരു പ്രശ്നം, ലബനൻ ഫ്രണ്ടിൽ ഹിസ്ബുള്ള എന്ന സൈന്യത്തിനപ്പുറം അവർക്ക് സപ്പോർട്ടായി നിൽക്കുന്ന സൈന്യം, ഇങ്ങനെ ഇസ്രായേലിന് ഓപ്പോസിറ്റായി നിൽക്കുന്ന സൈനികരുടെ എണ്ണം അധികമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇസ്രായേലിന് ഒരു നല്ല കാര്യമേ അല്ല.
ഇങ്ങനെ ഗാസയ്ക്കുള്ളിൽ ഈ ആക്രമണങ്ങൾ അധികം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹെസ്ബുള്ളയുടെ ലീഡർ നസറുള്ള ഒരു വീഡിയോ റിലീസ് ചെയ്തു. ആ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഹിസ്ബുള്ളയുടെ പവർ, ഹിസ്ബുള്ളയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാലും ഇസ്രായേലിന്റെ ചില പ്രധാനപ്പെട്ട അസറ്റ്സ് അതിനെ എങ്ങനെ നശിപ്പിക്കും എന്നുള്ളതും വ്യക്തമായി പറഞ്ഞു. അതായത് ഇസ്രായേലിന്റെ ഗാസ പ്ലാൻ ഞങ്ങൾക്ക് നന്നായി അറിയാം. ഗാസയെ അവർ മുഴുവനായും നശിപ്പിക്കുമെന്നും ഞങ്ങൾക്കറിയാം. എന്നാൽ നിങ്ങൾ അങ്ങനെ നശിപ്പിക്കുന്നതും കണ്ട് ഞങ്ങൾ വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട. ഹിസ്ബുള്ളയെ നിങ്ങൾ സാധാരണമായി കരുതുകയാണ്. എന്നാൽ ഹമാസ് വേറെ, ഹിസ്ബുള്ള വേറെയാണ്. ഹമാസിനെ സംബന്ധിച്ച് ഒരുപാട് ആയുധങ്ങളില്ലാത്ത ചെറിയൊരു ഗ്രൂപ്പാണ്. എന്നാൽ ഹിസ്ബുള്ള ഞങ്ങൾ അങ്ങനെയല്ല. ലബനിലുള്ള വളരെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടി, 100,000-ൽ കൂടുതൽ സ്റ്റാൻഡിംഗ് സോൾജിയേഴ്സ് ഉണ്ട്. നാളെ ഒരു പ്രശ്നം വന്നാൽ പോലും 100,000 സൈനികരെ കൊണ്ടുവന്ന് നിർത്താൻ കഴിയുന്ന അത്ര പവർ ഞങ്ങളുടെ പക്കലുണ്ട്. അതുമാത്രമല്ല 15 ലക്ഷം, 1-2 അല്ല, 15 ലക്ഷത്തിൽ കൂടുതൽ റൗണ്ട്സ് ഫയർ ചെയ്യാനുള്ള സബ് എമുനേഷൻ സിസ്റ്റം എല്ലാം ഞങ്ങളുടെ പക്കലുണ്ട്. 1,50,000 റെഡി ടു ഫയർ റോക്കറ്റ്സ് ഞങ്ങളുടെ പക്കലുണ്ടെന്ന് അവരുടെ അസറ്റ്സിന്റെ വെർത്തും അവർ പറഞ്ഞു. ഇതിലൂടെ ഇസ്രായേലിന് എത്രത്തോളം നഷ്ടമുണ്ടാകും, അവരെ കൊണ്ട് എത്ര നഷ്ടം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതും പറഞ്ഞു. നിങ്ങൾ ഗാസയ്ക്കുള്ളിൽ ആക്രമണം നടത്തുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇതുപോലെ ഗാസയിലെ ഓരോ ഭാഗത്തും നിങ്ങൾ എയർ സ്ട്രൈക്ക് ചെയ്ത് ഗാസയിലെ ജനങ്ങളെ നശിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കും പിന്നെ മറ്റു മാർഗമൊന്നും കാണില്ല. ടെൽ അവീവിനെ നശിപ്പിക്കും. ഇസ്രായേലിന്റെ തലസ്ഥാനത്തെ നശിപ്പിക്കാൻ പോലും ഞങ്ങൾ മടിക്കില്ല. നിങ്ങൾ ഇപ്പോൾ ഞങ്ങളുമായി ഒരു യുദ്ധം വരുന്നു. ലബനിലെ ഒരു ഫ്രണ്ട് ഓപ്പൺ ചെയ്ത് ലബനിലെ ഹിസ്ബുള്ളയുമായി ഇസ്രായേൽ ഒരു യുദ്ധത്തിന് വന്നാൽ നിങ്ങളുടെ പീരങ്കികൾ ലബനന്റെ ഫ്രണ്ടിൽ കയറിയാൽ അതിനുശേഷം നിങ്ങളുടെ പക്കൽ പീരങ്കികളെ ഉണ്ടാകില്ല. അകത്തേക്ക് കയറി ആക്രമണം നടത്തിയാൽ നിങ്ങളുടെ ടാങ്ക്സിന്റെ എണ്ണം കുറയും, അല്ലെങ്കിൽ ടാങ്കുകളെല്ലാം നശിക്കും. ഇങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേ വേണ്ട. നിങ്ങളുടെ പക്കൽ പീരങ്കികളെ കാണില്ല. അത്രത്തോളം അധികമായ ആയുധങ്ങൾ, ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽസ് എല്ലാം ഞങ്ങളുടെ പക്കൽ ഉണ്ടെന്ന് ഒരു വലിയ വാണിംഗ് വളരെ നിസാരമായി കൊടുത്തു. ഈ വാണിംഗ് നെതന്യാഹുവിന് നൽകിയതിനു ശേഷം അവസ്ഥ എന്നത് വീണ്ടും മോശമായി മാറി. ഗാസയ്ക്കുള്ളിലെ ഇസ്രായേലിന്റെ ആക്രമണം തീർച്ചയായും അവർ അവസാനിപ്പിക്കാൻ പോകുന്നില്ല. ആര് പറഞ്ഞാലും, എന്തിന് അമേരിക്ക പറഞ്ഞാൽ പോലും ഇസ്രായേൽ അവരുടെ ലക്ഷ്യത്തിൽ നിന്നും പിന്മാറില്ല. ഒരു ഭാഗത്ത് ഹിസ്ബുള്ള, മറ്റൊരു ഭാഗത്ത് ഹൂത്തികൾ, ഇങ്ങനെ എല്ലാവരും ഇസ്രായേലിനെതിരായ ഒരു മതിൽ പണിയാൻ തുടങ്ങിയിട്ടുണ്ട്. ലബനൻ ഫ്രണ്ട് എന്നത് ഇപ്പോൾ ഭീകരമായി മാറിയിട്ടുണ്ട്. ഇവർ ഇത്രത്തോളം ഒരു വലിയ വാണിംഗ് നൽകുന്നുവെന്നുണ്ടെങ്കിൽ അതിനും ഒരു കാരണമുണ്ടാകും. കാരണം ഹിസ്ബുള്ളയെ സംബന്ധിച്ച് കോർനെറ്റ് ആന്റി ടാങ്ക് മിസൈൽസ് എല്ലാം ഉണ്ട്. അതുപയോഗിച്ച് മെർക്കാവ ടാങ്ക്സിനെ വളരെ എളുപ്പത്തിൽ ഹിസ്ബുള്ളയെ കൊണ്ട് നശിപ്പിക്കാൻ സാധിക്കും. ഒരു പക്ഷേ ലബനൻ ഫ്രണ്ട് ഇസ്രായേൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇസ്രായേലിന് വലിയൊരു നഷ്ടം അത് കാരണം ഉണ്ടാകും. കാരണം ഗൊറില്ല വാർഫെയർ നിങ്ങൾക്കറിയാമായിരിക്കും. അതിലെ സൈനികരെല്ലാം വളരെ മികച്ചവരാണ്. ഗൊറില്ല വാർഫെയറിനെ സംബന്ധിച്ച് ആര് ഒഫൻസീവ് ഓപ്പറേഷന് വേണ്ടി അകത്തേക്ക് പോകുന്നോ, ആരാണോ നശിപ്പിക്കണമെന്ന ചിന്തയോടുകൂടി അകത്തേക്ക് പോകുന്നത്, അവർക്ക് നഷ്ടം മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഇതുവരെയും ചരിത്രത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ, വിയറ്റ്നാം വാർ ആയാലും അല്ലെങ്കിൽ മറ്റ് പല യുദ്ധം ഏത് നോക്കിയാലും, ഈ ഗൊറില്ല സൈനികർ കൂടുതൽ നഷ്ടം അകത്തേക്ക് വരുന്ന ഒഫൻസീവ് ഓപ്പറേഷനിലുള്ളവർക്ക് കൂടുതൽ നഷ്ടം ഉണ്ടാക്കി കൊടുക്കും. ഇതിനെയാണ് ഹിസ്ബുള്ളയും ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. ഈ ഒരു യുദ്ധം തുടങ്ങിയാലും, ഇപ്പോ ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം തുടങ്ങിയാലും അതുപോലൊരു നഷ്ടമായിരിക്കും ഇസ്രായേലിന് ഉണ്ടാവുക എന്നും പറഞ്ഞു. എത്രയും പെട്ടെന്ന് ഗാസയിൽ ഇസ്രായേൽ ചെയ്യുന്ന ആക്രമണങ്ങൾ കുറയണമെന്ന് ഒരുപാട് നാടുകൾ ശ്രമിച്ചാലും അതൊന്നും തന്നെ യാതൊരു ഫലത്തിലും എത്തുന്നില്ല. ഇതിൽ മറ്റൊരു കാര്യം, റഷ്യയുടെ യുദ്ധക്കപ്പലുകൾ മെഡിറ്ററേനിയൻ കടലിൽ നിന്നും സൂയസ് കനാൽ വഴി ചെങ്കടലിലേക്ക് ഇപ്പോൾ കടന്നിട്ടുണ്ട്. അതേസമയം ഹൂത്തികളും അവരുടെ കടൽ ഭാഗങ്ങളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു എന്നുള്ളത് കമന്റിൽ പറയുക. ഹിസ്ബുള്ളയുടെ ഈ ഒരു ഫൈറ്റേഴ്സ് പവർ ഉപയോഗിച്ച് ഇസ്രായേലിന് എത്രത്തോളം നഷ്ടമുണ്ടാക്കാൻ സാധിക്കും? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.